അദാനി വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സ്തംഭിച്ച് പാർലമെന്റ്. ലോക്സഭയിലും രാജ്യസഭയിലും അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ ഇരുസഭകളും പ്രക്ഷുബ്ധമായി. തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പാർലമെന്റ് മന്ദിരത്തിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിതല ബിജെപി നേതൃയോഗം ചേർന്നു. അദാനി വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടെന്ന നിലപാട് പ്രധാനമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. ആർ രാധാകൃഷ്ണൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ രാധാകൃഷ്ണൻ, തുടർച്ചയായ 6ാം ദിവസമാണ് പാർലമെന്റിൽ പ്രതിഷേധം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നടന്ന കൂടിയാലോചനകളിൽ ഒരു സമവായത്തിലേക്കുള്ള സാധ്യത തെളിയുന്നുണ്ടോ? ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ആ വിധത്തിൽ ചില വിട്ടുവീഴ്ചകൾ ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ ആണ് ഇപ്പോഴത്തെ സമീപനം. കാരണം ഭരണഘടനയുടെ 75ാം വാർഷികമാണ്. ആ വാർഷികവുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ 75ാം വാർഷികത്തിൽ രാഷ്ട്രപതി നടത്തിയ പ്രസംഗത്തിന് അനുബന്ധമായിട്ട് ഒരു ചർച്ച എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നു. ആ നിർദ്ദേശം അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മറ്റ് പ്രതിഷേധങ്ങളിൽ നിന്നും അദാനി വിഷയത്തിൽ പൂർണ്ണമായിട്ടും സഭാ നടപടികൾ നിർത്തിവെച്ചുകൊണ്ടുള്ള ചർച്ച എന്ന നിർദ്ദേശത്തിൽ നിന്നും പ്രതിപക്ഷം പിൻവാങ്ങിയേക്കും. നാളെ നടക്കുന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു ധാരണ രൂപപ്പെടും എന്നുള്ളതാണ് അല്പസമയം മുമ്പ് NK പ്രേമചന്ദ്രൻ സ്പീക്കറിനെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. നിലവിലുള്ള സാഹചര്യത്തിൽ അത്തരത്തിലുള്ളൊരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എങ്കിലും സാധ്യതകൾ അങ്ങനെയാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഭരണഘടനയുടെ 75ാം വാർഷികം എന്ന തലക്കെട്ടിൽ നടക്കുന്ന ചർച്ചയിൽ ഈ വിഷയങ്ങൾ അടക്കം തങ്ങൾക്ക് ഉന്നയിക്കാൻ സാധിക്കും എന്നതുകൊണ്ടാണ് പിന്മാറ്റം എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം നിലപാട് സ്വീകരിച്ചത്. ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസത്തിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് രണ്ട് സഭകളിലും ഉണ്ടായത്. ലോക്സഭയിൽ സ്പീക്കറും രാജ്യസഭയിൽ ചെയർമാനും റൂൾ 267 പ്രകാരം ഒന്നിലധികം വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി. അതിൽ വളരെ ശക്തമായിട്ട് കഴിഞ്ഞ ദിവസത്തേതിന് തുല്യമാകുന്ന വിധത്തിലുള്ള അഭിപ്രായം അറിയിച്ചത് രാജ്യസഭാ ചെയർമാനായിരുന്നു. അദ്ദേഹം ഈ റൂൾ 267 പ്രതിപക്ഷം ഉപയോഗിക്കുമ്പോൾ അതിൽ ശ്രദ്ധ പാലിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസുകൾക്ക് അവതരണാനുമതി നിഷേധിച്ചത്. രണ്ട് സഭകളും പ്രക്ഷുബ്ധമാകുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. രാജ്യസഭയും ലോക്സഭയും ആദ്യം 12 മണിവരെയും പിന്നീട് ഇന്നത്തേക്കും സഭാ നടപടികൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതിനുശേഷമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ BJP ഒപ്പം കേന്ദ്രമന്ത്രി തല സംഘം യോഗം ചേർന്നത്. ഈ അദാനി വിഷയത്തിൽ അടക്കമുള്ള പ്രതിപക്ഷ പ്രതിഷേധങ്ങളിൽ വിട്ടുവീഴ്ച വേണ്ട എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്.